ആരായിരിക്കും BJPയുടെ പ്രസിഡന്റ് എന്നുള്ളതിനെ ചൊല്ലി ഒരുപാട് വാർത്തകൾ, അഭ്യൂഹങ്ങൾ, ചർച്ചകൾ ഒക്കെ നടക്കുന്ന കാലമാണ്. തെറ്റൊന്നുമില്ല. കാരണം BJP ഭാരതത്തിലെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പാർട്ടിയാണ്, ഭരിക്കുന്ന പാർട്ടിയാണ്. ഭരിക്കുന്ന കോയലിഷൻ്റെ നേതാവ് നരേന്ദ്രമോദിയാണ്. അതുകൊണ്ട് BJPയുടെ പ്രസിഡന്റ് ആരായിരിക്കും എന്നുള്ളതിനെ ചുറ്റിപ്പറ്റി ചർച്ചകൾ നടക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ഞാനും കുറച്ച് ഫീഡ്ബാക്ക്, ഈ നമ്മളെന്താ ഗ്രേപ്പ് വൈൻ എന്നൊക്കെ പറയുമല്ലോ, അങ്ങനെയുള്ളതും പിന്നെ BJP ഹെഡ് ക്വാർട്ടേഴ്സിൻ്റെ ഇടനാഴികളിൽ നടക്കുന്ന ചർച്ചയും ഗവൺമെൻറ്റിൻ്റെ ബ്യൂറോക്രസിയുടെ ഇടയിൽ നടക്കുന്ന ചർച്ചയും സാധാരണ മനുഷ്യരുടെ ഇടയിലുള്ള അഭിപ്രായങ്ങളും ഒക്കെ കുറച്ച് ദിവസങ്ങളായിട്ട് ശ്രദ്ധിച്ചു, കളക്ട് ചെയ്തു. അതിൽ നിന്ന് എനിക്ക് കിട്ടിയ പേരുകൾ വെച്ച് ഒരു അനാലിസിസാണ് ഞാൻ ഈ വീഡിയോയിൽ ചെയ്യുന്നത്. ആദ്യത്തെ പേര്, അത് ഓൾറെഡി സോഷ്യൽ മീഡിയയിൽ ഈ പേരുകളെല്ലാം വന്നു കഴിഞ്ഞു. പക്ഷേ പ്രൊമിനൻ്റായിട്ട് വന്ന ഒരു പേര് നിർമ്മല സീതാരാമൻ ആണ്. അവർ സൗത്തിൽ നിന്നാണ്, ദക്ഷിണേന്ത്യയിൽ നിന്നാണ്, തമിഴ് ബാക്ക്ഗ്രൗണ്ടാണ്, സ്ത്രീയാണ്, പ്രധാനമന്ത്രിയായിട്ട് വളരെ ഫ്രീക്വൻസി മാച്ചുള്ള മന്ത്രിമാരിൽ ഒരാളാണ്. പ്രധാനമന്ത്രിയായിട്ടും അതെ, അമിത്ഷായുമായിട്ടും അതെ, പക്ഷെ കുറച്ചുകൂടെ അടുപ്പം പ്രധാനമന്ത്രിയുമായിട്ടാണ്. എല്ലാം കൊണ്ടും നല്ല ക്യാരക്ടറാണ്, നല്ല വാക്സാമർഥ്യം. പക്ഷേ അവരുടെ ഒരു കുഴപ്പം, അവർക്കൊരു ഓർഗനൈസേഷണൽ ബാക്ക്ഗ്രൗണ്ടില്ല. BJPയുടെ സംഘടനയിലൂടെ വളർന്ന് ഈ പദവിയിൽ എത്തിയ ആളല്ല നിർമ്മല സീതാരാമൻ. ഞാൻ അവരെപ്പറ്റി മോശം പറയുകയല്ല, സത്യാവസ്ഥ പറയുകയാണ്. പലരും പല രീതിയിലാണല്ലോ പല സ്ഥലത്ത് എത്തിപ്പെടുന്നത്. ഞാൻ ആദ്യം അവരെ കാണുമ്പോൾ അവർ ആന്ധ്രാപ്രദേശിൻ്റെ അവിഭക്ത ആന്ധ്രയുടെ BJP വക്താവായിരുന്നു. താമസിയാതെ തന്നെ അവരുടെ വാക്സാമർഥ്യം കൊണ്ട് ദേശീയ വക്താവായി. പിന്നെ നേരെ രാജ്യസഭയിലേക്ക്, പിന്നെ മന്ത്രി. ഇതാണ് നിർമ്മല സീതാരാമൻ്റെ ബാക്ക്ഗ്രൗണ്ട്. ആ ബാക്ക്ഗ്രൗണ്ട് കുറവാണ്, മോശമാണ് എന്നല്ല ഞാൻ പറയുന്നത്. ബാക്ക്ഗ്രൗണ്ട് ഇതാണ് എന്നുള്ള വസ്തുസ്ഥിതി നിങ്ങളെ അറിയിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക് ഇത്ര വലിയൊരു സംഘടനയുടെ തലപ്പത്ത് പ്രസിഡൻ്റായിട്ടിരുന്നിട്ട് എല്ലാവരെയും ചേർത്ത് കൂട്ടിക്കൊണ്ടുപോകാമോ, പോകാൻ സാധിക്കുമോ, അതൊരു ചോദ്യമല്ലേ. അല്പം ഷോർട്ട് ടെമ്പേർഡാണ് നിർമ്മല സീതാരാമൻ എന്നാണ് പാർട്ടിയിലെ പലരുടെയും അഭിപ്രായം. മോദി, അമിത്ഷാ, പിന്നെ RSSൽ സർസംഘചാലക് മോഹൻജി ഭാഗവത്, സർക്കാർ ദത്താത്രേയ ഹൊസബലെ, ഇവരുടെയൊക്കെ മനസ്സിൽ ഒരു സോഫ്റ്റ് പ്രസിഡൻ്റാണ് ഇനി വേണ്ടത് എന്നുള്ള ഒരാശയം നിലനിൽക്കുന്നതായിട്ട് അവരുമായി ബന്ധപ്പെട്ടവർ പറയുന്നു. സോഫ്റ്റ് പ്രസിഡൻ്റ് എന്ന് പറഞ്ഞാൽ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ തീർച്ചയും മൂർച്ചയും ഇല്ലാത്ത ആളെന്നല്ല, പറയുന്നതിൽ കൂടുതൽ കേൾക്കാൻ താല്പര്യമുള്ള, ക്ഷമയുള്ള ഒരാൾ. കാരണം സംഘടനയിൽ ഏറ്റവും അധികം ഉണ്ടാവുന്നത് വിമർശനങ്ങളാണ്, പരാതികളാണ്. ഈ പരാതികൾ കേൾക്കാനൊരു ക്ഷമ വേണ്ടേ? പലർക്കും ഇത് കേൾക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ദേഷ്യം വരും. ഇതൊക്കെ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്, എന്തിനാ ഇത് കൂടെ പറയുന്നത്, ഇങ്ങനെയൊക്കെ റിപ്പെല്ല് ചെയ്യും പ്രവർത്തകരെ. അത് ചെയ്തുകൂടാ. ക്ഷമയോടെ കേൾക്കുക. അവർ പറയുന്നത് ഒരു പക്ഷേ നോൺസെൻസ് ആയിരിക്കാം, പക്ഷേ അത് കേൾക്കണം. അതിനുള്ളൊരു കഴിവ് നിർമ്മല സീതാരാമനുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്, ഇല്ലെന്നല്ല. കേൾക്കാനൊക്കെയുള്ള ക്ഷമയുണ്ട്. ആകെ ഒരു കുഴപ്പം, ഞാൻ ഈ പറഞ്ഞല്ലോ, അവർ പറയുന്നത് നോൺസെൻസ് ആണെങ്കിലും അത് കേട്ടോണ്ടിരിക്കണം. ആ ഒരു ക്വാളിറ്റി നിർമ്മല സീതാരാമനില്ല. നോൺസെൻസ് വരുമ്പോൾ അവർ റിയാക്ട് ചെയ്യും. പൊട്ടിത്തെറിക്കുകയോ വഴക്ക് പറയുകയോ അല്ല, റിയാക്ട് ചെയ്യും, കൗണ്ടർ ആർഗ്യൂ ചെയ്യും. അത് ഒരു ദേശീയ അധ്യക്ഷനെ സംബന്ധിച്ചിടത്തോളം നല്ല ക്വാളിറ്റി അല്ല എന്നാണ് പൊതുവെയുള്ളൊരു ധാരണ. മൊത്തത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ നിർമ്മല സീതാരാമൻ എന്നുള്ള പേര് ദേശീയ അധ്യക്ഷ പദവിയിലേക്ക് പരിഗണിക്കപ്പെടില്ല എന്ന് തന്നെ ഞാൻ കരുതുന്നു. അത് അവർ മോശമായതുകൊണ്ടല്ല, അവരുടെ പേഴ്സണാലിറ്റി അതിന് പറ്റാത്തതുകൊണ്ടാണ്. ഓരോരുത്തർക്കും ഓരോ വ്യക്തിത്വമാണല്ലോ.
അത് യോജിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. പിന്നെ പറഞ്ഞു കേൾക്കുന്ന പേരുകളിൽ പ്രമുഖൻ ശിവരാജ് സിംഗ് ചൗഹാനാണ്. മധ്യപ്രദേശ് മുഖ്യമന്ത്രിയായിരുന്നു. ദീർഘകാലം BJPയിൽ RSSൽ അദ്ദേഹം പ്രവർത്തിക്കാത്ത മേഖലയൊന്നുമില്ല. ഇപ്പോൾ നരേന്ദ്രമോദി മന്ത്രിസഭയിൽ അംഗമാണ്, സീനിയർ അംഗമാണ്. അദ്ദേഹമാണ് പ്രോഗ്രാം മോണിറ്ററിംഗ് ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ. നമ്മളുടെ നരേന്ദ്രമോദിയുടെ ഒരുപാട് പരിപാടികളുണ്ടല്ലോ, റോഡിൻ്റെ വികസനം, കുടിവെള്ളം, ശുചിമുറി, അത് ഇത് ഈ പ്രോഗ്രാംസൊക്കെ സമയത്തും കാലത്തും ഒക്കെ നടക്കുന്നുണ്ടോ എന്ന് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ, ഒരു മോണിറ്ററിങ് അത് ഏൽപ്പിച്ചിരിക്കുന്നത് ശിവരാജ് സിംഗ് ചൗഹാനെയാണ്. അപ്പോൾ ഫലത്തിൽ നമ്മൾ ഇന്ന് കാണുന്ന വികസന പ്രവർത്തനങ്ങൾ എന്നൊക്കെ പറയുന്നതിൽ ശിവരാജ് സിംഗ് ചൗഹാൻ്റെ പ്രയത്നം വല്ലാതെ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. എല്ലാം കൂടെ പ്രധാനമന്ത്രിക്ക് പേഴ്സണലി മോണിറ്റർ ചെയ്യാൻ പറ്റില്ല. ഉദ്യോഗസ്ഥന്മാർ ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കുകയും വേണം. അപ്പോൾ അതുകൊണ്ട് ജനറൽ ഇൻചാർജ് ആയിട്ട് വെച്ചിരിക്കുന്നത്, ഇതൊക്കെ അൺഒഫീഷ്യൽ അപ്പോയിൻമെൻറ്റ്സ് ആണ് കേട്ടോ. അപ്പോൾ അങ്ങനെ വെച്ചിരിക്കുന്നത് ശിവരാജ് സിംഗ് ചൗഹാനെയാണ്. അസാമാന്യമായ ഭരണപരിചയം, ആൾക്കാരുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാനുള്ള കഴിവ്, ഇതെല്ലാം ശിവരാജ് സിംഗ് ചൗഹാനുണ്ട്. അതേസമയം ശിവരാജ് സിംഗ് ചൗഹാനിൽ മറ്റുള്ളവർ കാണുന്ന ഒരു നെഗറ്റീവ്, ഇത്രയും തലപ്പൊക്കമുള്ളൊരു നേതാവ് പാർട്ടി പ്രസിഡൻ്റായിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു പാരലൽ പവർ സെൻറ്റർ ആവാൻ സാധ്യതയുണ്ട്. ശിവരാജ് സിംഗ് ചൗഹാൻ ആ സ്വഭാവക്കാരനല്ല. പാരലൽ പവർ സെൻറ്ററായിട്ട് പ്രവർത്തിക്കാനൊന്നും അദ്ദേഹം തയ്യാറാവില്ല. പക്ഷേ അപ്പോഴും സാധ്യത നിലനിൽക്കുന്നു. പ്രധാനമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ ഒക്കെ എടുക്കുന്ന തീരുമാനങ്ങൾ അത് വേണ്ട, അത് വേണ്ടായിരുന്നു, അത് വേണ്ട കേട്ടോ എന്നൊക്കെ നിരന്തരം പറയുന്നൊരു പ്രസിഡൻറ്റ് മെല്ലെ ഒരു പാരലൽ പവർ സെൻറ്റർ ആവും, അഥവാ ആവും എന്ന് മറ്റുള്ളവർ ഭയക്കുന്നു. ആവില്ല എന്ന് ഈ ഭയമുള്ളവർ പോലും അദ്ദേഹം ആ ടൈപ്പ് അല്ല എന്ന് സമ്മതിക്കുന്നുണ്ട്. ടൈപ്പ് അല്ലെങ്കിൽ പോലും ആവാൻ സാധ്യതയുള്ളവരുടെ പട്ടികയിൽ ശിവരാജ് സിംഗ് ചൗഹാനുമുണ്ട്. അപ്പോൾ ഒരു പാരലൽ പവർ സെൻറ്റർ ഉണ്ടാവുന്നത് അത്ര ശരിയല്ല എന്ന് BJPയിലെ ടോപ്പ് ലീഡേഴ്സ് കരുതുന്നു. അപ്പോൾ ശിവരാജ് സിംഗ് ചൗഹാൻ നമുക്കൊരു സംശയത്തിൻ്റെ ലിസ്റ്റിലേ പെടുത്താൻ പറ്റുള്ളൂ. പിന്നെ ഉയർന്നു വരുന്ന പേര് ഭൂപേന്ദ്ര യാദവ് ആണ്. ഭൂപേന്ദ്ര യാദവിന് മലയാളികൾക്ക് അത്ര പരിചയം ഉണ്ടാവില്ല. പരിസ്ഥിതി മന്ത്രിയൊക്കെ ആയിരുന്നു, ഇപ്പോഴും മന്ത്രിയാണ്. അദ്ദേഹം രാജസ്ഥാനിലെ വസുന്ധര രാജയുടെ കൂടെയാണ് പൊതുരംഗത്ത് പ്രത്യക്ഷപ്പെടുന്നത്. വസുന്ധര രാജയാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഗുരു എന്ന് പറയാം. പിന്നെ അദ്ദേഹം അരുൺ ജെയ്റ്റ്ലിയുമായിട്ട് അടുപ്പത്തിലായി. ഇപ്പോൾ അമിത്ഷായുമായിട്ട് വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു വ്യക്തി ഭൂപേന്ദ്ര യാദവാണ്. സോഫ്റ്റ് സ്പോക്കണാണ്, ആരുമായിട്ടും വഴക്കിനോ വാഗ്വാദത്തിനോ ഇല്ല. അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് വീഡിയോയോ റീലോ തീപ്പൊരി തുപ്പുന്ന പ്രസംഗമോ നിങ്ങൾക്ക് കാണാൻ സാധ്യമല്ല. പക്ഷേ സൈലൻ്റായിട്ട് കർട്ടന് പിന്നിൽ അദ്ദേഹം പ്രവർത്തിക്കും. ആ പ്രവർത്തനം അമിത്ഷാ അംഗീകരിക്കുന്നു. ഹരിയാനയിലെ വിജയം, മഹാരാഷ്ട്രയിലെ വിജയം, ഇതിൻ്റെയൊക്കെ പിന്നിൽ ഭൂപേന്ദ്ര യാദവിൻ്റെ അത്യധ്വാനമുണ്ട്. എന്നാൽ അതിൻ്റെ ഒരു ക്രെഡിറ്റും അദ്ദേഹം അവകാശപ്പെടാനോ ഭാവിക്കാനോ ഒന്നും പോകാറില്ല. മീഡിയയുമായിട്ട് വളരെ നല്ല ബന്ധമാണ്, പക്ഷേ ഇൻറ്ററാക്ഷൻ കുറവേ ഉള്ളൂ. ബൈറ്റ് കൊടുക്കുക, ഇതിനൊന്നും ഭൂപേന്ദ്ര യാദവിനെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഭൂപേന്ദ്ര യാദവ് ഭൂരിഭാഗം മലയാളികൾക്കും അപരിചിതനായിട്ട് ഇപ്പോഴും കഴിയുന്നത്. ബട്ട് പാർട്ടി പ്രസിഡൻ്റ് ആയിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇതൊക്കെ ചെയ്യേണ്ടി വരും. ടു ദാറ്റ് എക്സ്റ്റെൻറ്റ് അദ്ദേഹം ചെയ്യുകയും ചെയ്യും. അതിനുള്ള സാമർഥ്യമുണ്ട്. എല്ലാവരുമായിട്ടും നല്ല ബന്ധമുള്ള ആളാണ്. പക്ഷേ അദ്ദേഹത്തിനുമുണ്ട് ഒരു നെഗറ്റീവ്, ഒരു യാദവ്. ഇപ്പോഴോ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഈ ജാതി ഇക്വേഷൻസ് നോക്കുന്ന ഒരു കാലമാണിപ്പോൾ. അത് നോക്കിയില്ലെങ്കിൽ ശരിയാ. കുറേ കാലം കൂടെ ഈ ജാതി പൊളിറ്റിക്സ് ഇൻറ്റേർണൽ അപ്പോയിൻമെൻറ്റ്സിലും എക്സ്റ്റേണൽ അപ്പോയിൻമെൻറ്റ്സിലും MLA MP സീറ്റ് കൊടുക്കുന്നതിലും ജയിച്ചു വന്ന ആൾക്കാരെ മന്ത്രിയാക്കുന്നതിലുമൊക്കെ ഒളിഞ്ഞും തെളിഞ്ഞും ജാതി ഒരു ഘടകമായിട്ട് നിൽക്കുന്നു. അതൊരു നിസ്സഹായാവസ്ഥയാണ് ഇന്ത്യൻ പൊളിറ്റിക്സിൻ്റെ. പക്ഷേ അതിപ്പോൾ ചെയ്യുന്നു. അപ്പോൾ ഇത് ഒരു പക്ഷേ അതിന് അദ്ദേഹത്തിന് എതിരായ ഒരു ഘടകമാണെന്ന് പറയാം. ഭൂപേന്ദ്ര യാദവ്, എല്ലാവരും പറയുന്നു ഭൂപേന്ദ്ര യാദവ് കൊള്ളാം, നല്ല ആളാണ്. അപ്പോൾ പിന്നെ പ്രസിഡൻ്റ് ആക്കിയാലോ?
പ്രസിഡൻറ്റ് അല്ല കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ ഒരു ഫീഡ്ബാക്കാണ് എനിക്ക് കിട്ടുന്നത്. അതായത് ഭൂപേന്ദ്ര യാദവ് നമ്പർ 40 അത് മതി, അതൊക്കെയാണ് വേണ്ടത്. ഇങ്ങനെ ഒരു ആവേശത്തോടെയുള്ള കമൻ്റല്ല, കൊള്ളാം, തിരക്കടില്ല, ഇങ്ങനെയൊക്കെയുള്ള ഇത്. അതുകൊണ്ട് ഭൂപേന്ദ്ര യാദവിനെയും ഞാനൊരു സംശയത്തിൻ്റെ ലിസ്റ്റിലാണ് നിർത്തുന്നത്. പിന്നെ ഉള്ളത്, ഇപ്പോൾ തെക്കേ ഇന്ത്യയിൽ നിന്നൊരു പ്രസിഡൻറ്റ് വേണം എന്ന് തീരുമാനിച്ചു എന്ന് വയ്ക്കുക. BJPക്ക് അങ്ങനെ ചില തീരുമാനങ്ങളൊക്കെ ഉണ്ട്. പണ്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ബംഗാരു ലക്ഷ്മൺ, അദ്ദേഹം ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളായിരുന്നു. അദ്ദേഹത്തെ പ്രസിഡൻ്റാക്കി. വിവാദങ്ങളെ തുടർന്ന് അദ്ദേഹം രാജിവെച്ചു. അത് കഴിഞ്ഞപ്പോൾ അത്രയൊന്നും പോപ്പുലാരിറ്റി ഇല്ലാഞ്ഞ ജനാ കൃഷ്ണമൂർത്തിയെ പ്രസിഡൻ്റാക്കി വെച്ചു. തമിഴ്നാടുകാരനായിരുന്നു. ജനാ കൃഷ്ണമൂർത്തി മതി, പക്ക RSSകാരൻ. ജനാ കൃഷ്ണമൂർത്തിയെ വെച്ചു. ജനാ കൃഷ്ണമൂർത്തിയെ മാറ്റിയിട്ട് പിന്നെ വീണ്ടും സൗത്തിലെ തന്നെ വെച്ചു, വെങ്കയ്യ നായിഡു. സൗത്ത് എന്ന് തന്നെ തീരുമാനിച്ചു BJPയുടെ ചില തീരുമാനങ്ങൾ നമുക്ക് ഇത്രയൊക്കെ ആകുമ്പോൾ മാറ്റണ്ടേ എന്നൊക്കെ തോന്നും. അത് മാറ്റില്ല. ചില പോളിസീസ് അവർ നിരന്തരം പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. പരാജയപ്പെട്ടാലും വീണ്ടും പരീക്ഷിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയൊക്കെ ചെയ്യുന്ന ഡെയറിങ് ആയൊരു പാർട്ടിയാണ് BJP. മാത്രമല്ല, അന്ന് ഈ പഴയ ആന്ധ്രാപ്രദേശിൽ BJP നന്നായി വളർന്നു വരുന്ന സമയവുമായിരുന്നു. ഇതൊക്കെ ആയിരിക്കാം അതിൻ്റെ കാരണം. അപ്പോൾ ഇപ്പോൾ ദക്ഷിണേന്ത്യയിൽ നിന്ന് ഒരാൾ വേണം എന്നവർ തീരുമാനിക്കുകയാണെങ്കിൽ മിക്കവാറും കിഷൻ റെഡ്ഡി ആയിരിക്കും. തെലങ്കാനയിൽ നിന്നാണ് അദ്ദേഹം. ഇത്രയും സോഫ്റ്റ് സ്പോക്കൺ ആയിട്ടുള്ള ഒരു മനുഷ്യനെ കാണാൻ പ്രയാസം. വളരെ മൃദുഭാഷയാണ്. പലരും എന്നോട് പറഞ്ഞു, ആവശ്യത്തിൽ കവിഞ്ഞ മൃദുത്വമാണ് കിഷൻ റെഡ്ഡിക്ക്. ഒരു പക്ഷേ ആയിരിക്കാം. മറ്റേ ടു ജെൻറ്റിൽ എ മാൻ. യുവമോർച്ചയുടെ അഖിലേന്ത്യാ പ്രസിഡൻ്റൊക്കെ ആയിരുന്നു. അമിത്ഷായുമായിട്ട് നല്ല ഗുഡ് ടേംസിലാണ്. ഇപ്പോൾ സൗത്ത് ഇന്ത്യയിൽ നിന്നാണ് ഒരാൾ വേണം എന്ന് BJP തീരുമാനിക്കുകയാണെങ്കിൽ മിക്കവാറും കിഷൻ റെഡ്ഡി ആയിരിക്കും അത്. ഇൻസ്പൈറ്റ് ഓഫ് ഹിസ് ടു സോഫ്റ്റ് സ്പോക്കൺനെസ്, ഹീ ഈസ് എ ഗുഡ് കാൻഡിഡേറ്റ്. ഞാൻ ഈ ഭൂപേന്ദ്ര യാദവും കിഷൻ റെഡ്ഡിയും പറയാൻ കാര്യം, ഈ രണ്ടിൽ ആരെങ്കിലും ഒരാളാണ് നമ്മുടെ BJPയുടെ പ്രസിഡൻ്റ് ആവുന്നതെങ്കിൽ കേരളത്തിൽ വലിയ ചലനങ്ങളുണ്ടാവും. ഓർഗനൈസേഷനിൽ ചലനങ്ങളുണ്ടാവും, രാഷ്ട്രീയത്തിൽ ചലനങ്ങളുണ്ടാവും. കാരണം ഈ രണ്ട് പേർക്ക് ഞാൻ സംസാരിച്ചതിൽ കേരളം ഒരു ഫ്രെയിം ഓഫ് മൈൻഡിൽ വരണ്ടേ. അങ്ങനെ വന്ന് കണ്ട രണ്ട് പേര് കിഷൻ റെഡ്ഡിയും ഭൂപേന്ദ്ര യാദവുമാണ്. ബാക്കിയുള്ളവർക്ക് കേരളം നോക്കാമെന്ന് വരട്ടെ, ഇങ്ങനെയുള്ള കേരളം വേണ്ടെന്നൊന്നുമല്ല, വരട്ടെ എന്നുള്ള ഒരു ലൈനിൽ പോകുന്നവർ, കേരളത്തേക്കാൾ പ്രധാനം ബാക്കിയുള്ള സ്റ്റേറ്റുകളാണെന്ന് കരുതുന്നവർ. ഈ രണ്ട് പേർ, ഭൂപേന്ദ്ര യാദവും കിഷൻ റെഡ്ഡിയും, കേരളം മുഖ്യമാണ് എന്നൊന്നും കരുതുന്നില്ല. ബട്ട് കേരളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നവർ കരുതുന്നു. കേരളത്തിൽ അവർ പ്രസിഡൻ്റായിട്ട് വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളെ പറ്റിയൊക്കെ അവർക്ക് നല്ല ധാരണയുണ്ട്. മാറ്റങ്ങളോ സ്റ്റാറ്റസ് കോയോ വാട്ടെവർ, അവർക്കൊരു ധാരണയുണ്ട് കേരളത്തെപ്പറ്റി. അപ്പോൾ കിഷൻ റെഡ്ഡി ദക്ഷിണേന്ത്യയിൽ നിന്നാണ് ഒരു പ്രസിഡൻ്റെങ്കിൽ ഏറ്റവും സാധ്യത കിഷൻ റെഡ്ഡിക്കാണ്. പിന്നെ ഉള്ളത് മനോഹർലാൽ ഖട്ടർ. മനോഹർലാൽ ഖട്ടർ ഞാൻ പറയും ദ മോസ്റ്റ് സ്യൂട്ടബിൾ കാൻഡിഡേറ്റ്. സോഫ്റ്റ് ആവേണ്ടടുത്ത് സോഫ്റ്റ് ആവാനറിയാം, ഹാർഡ് ആവേണ്ടടുത്ത് ഹാർഡ് ആവാനറിയാം. പ്രൈം മിനിസ്റ്ററുമായിട്ട് വളരെ അടുത്ത ഫ്രീക്വൻസി മാച്ചുള്ള ആളാണ്. 70+ ആണ് അദ്ദേഹത്തിൻ്റെ ഏജ്. 2 തവണ ഹരിയാന ഭരിച്ചു. പാർട്ടിയെ പലതവണ സംഘടനാ സെക്രട്ടറിയും അല്ലാത്ത സെക്രട്ടറിയും പല പദവികൾ വഹിച്ച് എല്ലാത്തിലും അടിയും തടയും ഒക്കെ കഴിഞ്ഞ് മെയ്വഴക്കമുള്ള ഒരു മനുഷ്യൻ. ഹരിയാനയിൽ അദ്ദേഹത്തെ പ്രൊജക്റ്റ് ചെയ്തെങ്കിൽ അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കിയില്ല, അദ്ദേഹത്തെ കേന്ദ്രമന്ത്രിസഭയിലെടുത്തു. ആകെ ഒരു ചെറിയ പ്രശ്നമുള്ളത്, ഹീസ് നോട്ട് അമിത്ഷായുമായിട്ട് അത്രയ്ക്കങ്ങ് ചേർന്ന് പോവാറില്ല പലപ്പോഴും. പ്രൈം മിനിസ്റ്ററാണ് മനോഹർലാൽ ഖട്ടറിൻ്റെ ഒരു ഗ്രിപ്പ് ഇൻ ദ ഗവൺമെൻറ്. അമിത്ഷായുമായിട്ട് വഴക്കുണ്ടെന്നല്ല, പക്ഷേ ഈ ഫ്രീക്വൻസി മാച്ച് എന്നൊക്കെ പറയുമല്ലോ. ഒരാളെ കാണുമ്പോൾ നമ്മളുടെ കണ്ണിലെ തിളക്കത്തിൽ നിന്ന് അയാളോട് നമ്മുടെ എത്ര സൗഹൃദമുണ്ട് എന്ന് ഏകദേശം മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ഒരു ഫ്രീക്വൻസി മിസ്മാച്ച്
അത് ഖട്ടർക്കുണ്ട്. പക്ഷേ ഖട്ടർക്കുള്ള ഒരു ഗുണം, ഖട്ടറുടെ പേരാണ് ഫൈനലി തീരുമാനിക്കുന്നതെങ്കിൽ RSS മുൻപിൻ നോക്കാതെ ഓക്കെ എന്ന് പറയും. കാരണം RSSൻ്റെ ശാഖയിൽ നിന്ന് വന്ന ആളാണ് ഖട്ടർ. ബാക്കിയുള്ളവരൊക്കെ ഇടയ്ക്ക് വെച്ച് കയറിയവരാണ്. ഖട്ടർ അങ്ങനെയല്ല, ഒരു പ്രാഥമിക സ്വയം സേവകൻ എന്ന രീതിയിൽ ശാഖയിൽ നിന്ന് വളർന്നു വന്ന ആളാണ്. പിന്നെ ഈ പറഞ്ഞ എല്ലാ ഗുണങ്ങളും ഉണ്ട്. എല്ലാ തരക്കാരുമായിട്ട് ഇടപഴകാനും എല്ലാം അറിയാം. മനോഹർലാൽ ഖട്ടർ. പിന്നെ ഒരു പേര്, അതാണ് എൻ്റെ കയ്യിലുള്ള അവസാനത്തെ പേര്, ധർമ്മേന്ദ്ര പ്രധാൻ. ധർമ്മേന്ദ്ര പ്രധാൻ അസാമാന്യമായ ഹാർഡ് വർക്കിംഗ് ആണ്. പ്രശസ്തി ഒട്ടും ആഗ്രഹിക്കാത്ത ആളാണ്, വല്ലപ്പോഴുമേ സംസാരിക്കുകയുള്ളൂ. പക്ഷേ ധർമ്മേന്ദ്ര പ്രധാൻ്റെ ഓർഗനൈസിങ് കപ്പാസിറ്റി അസാമാന്യമാണ്. നിങ്ങൾ നോക്കൂ, ഒറീസയിൽ പ്രത്യേകിച്ചൊരു കാരണമില്ലാതെ നമ്മളുടെ നവീൻ പട്നായക്കുമായിട്ട് വേർപിരിയാൻ കേന്ദ്ര നേതൃത്വത്തെ നിർബന്ധിച്ചത് ധർമ്മേന്ദ്ര പ്രധാനാണ്. നിർബന്ധിച്ചു, അവരെ കൺവിൻസ് ചെയ്തു. നമ്മളിങ്ങനെ ഇയാളുടെ വാലായിട്ട് എത്ര കാലം കഴിയും? അപ്പോൾ പറഞ്ഞു, അല്ല, ഹീസ് എ ജെൻറ്റിൽമാൻ, നവീൻ പട്നായിക് നല്ല മനുഷ്യനല്ലേ, എന്താ കുഴപ്പം? ഇല്ല, നല്ല മനുഷ്യനായിരിക്കാം, പക്ഷേ വേറൊരു പാർട്ടിയാണ്. നമുക്ക് നമ്മുടെ സർക്കാർ വേണ്ടേ, നമ്മുടെ പാർട്ടി അധികാരത്തിൽ വരണ്ടേ, അതിനല്ലേ നമ്മൾ ശ്രമിക്കണം. ഇത് പറഞ്ഞ് കൺവിൻസ് ചെയ്ത് ആ അലയൻസ് ബ്രേക്ക് ചെയ്ത് തന്നെത്താൻ മത്സരിച്ച് നിയമസഭയിൽ ഭൂരിപക്ഷം നേടി ലോക്സഭയിലും മാക്സിമം MP-മാരെ അയച്ച ആൾ, അതിൻ്റെ പിന്നിലെ ബ്രെയിൻ ധർമ്മേന്ദ്ര പ്രധാനായിരുന്നു. ഇത് കഴിഞ്ഞപ്പോൾ ഈ അച്ചീവ്മെൻറ്റ് നാളിതുവരെ ക്ലെയിം ചെയ്യാത്ത ആളും ധർമ്മേന്ദ്ര പ്രധാനാണ്. ഞാനാണിത് ചെയ്തത്. അദ്ദേഹം പിക്ചറിലേ ഇല്ല. ഇപ്പോൾ BJP പൊതുവെ പ്രസിഡൻ്റായിട്ട് ഇഷ്ടപ്പെടുന്നത് ബിഹൈൻഡ് ദ കർട്ടൻ ഉള്ള ആൾക്കാരാണ്. ടു മച്ച് എക്സ്പോഷർ ഉള്ളവർ അവിടെ ഇവിടെയൊക്കെ ഏതെങ്കിലും വിവാദത്തിൽ ചെന്ന് ചാടും. എക്സ്പോഷർ കുറഞ്ഞിരുന്നാൽ അത്രയും നല്ലതായിരിക്കും. അതേസമയം പ്രവർത്തകരുമായിട്ട് നല്ല ബന്ധം വേണം, സ്റ്റേറ്റ് യൂണിറ്റുമായിട്ട് നല്ല ബന്ധം വേണം, നിരന്തരം ആൾക്കാരോട് സംസാരിച്ചുകൊണ്ടേയിരിക്കണം. ഇതൊക്കെ ഒരു നാഷണൽ പ്രസിഡൻറ്റിന് വേണ്ട ഗുണമാണ്. അപ്പോൾ ഞാനിതിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മനോഹർലാൽ ഖട്ടറും ധർമ്മേന്ദ്ര പ്രധാനുമാണ് വരുന്നത്. ഇതിനകത്ത് ധർമ്മേന്ദ്ര പ്രധാൻ ഒരു അഡ്വാൻറ്റേജും ഉണ്ട്. അദ്ദേഹം 50+ ആണ്, ബിറ്റ്വീൻ 50 to 60 ആണ് ഏജ്. മനോഹർലാൽ ഖട്ടർ 70+ ആണ്. അത്ര വയസ്സായി എന്ന് പറയാറായിട്ടില്ല ഇപ്പോഴത്തെ കാലത്ത്. എന്നാലും 50-55 എന്ന് പറയുന്നതും 70 എന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ. ആ ഒരു ഘടകം നോക്കിക്കഴിഞ്ഞാൽ ധർമ്മേന്ദ്ര പ്രധാന് കുറച്ചുകൂടെ സാധ്യത ഞാൻ കാണുന്നു. ബട്ട് ഇതിനകത്ത് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന് ഒരു സേ ഉണ്ട്, അത് നിഷേധിച്ചിട്ട് കാര്യമില്ല. കാരണം രാഷ്ട്രീയ സ്വയംസേവക സംഘം ഡേ ടു ഡേ അഫയേഴ്സിൽ ഇടപെടാറില്ല. പക്ഷേ നാഷണൽ പ്രസിഡൻറ്റിനെയൊക്കെ നിയമിക്കുമ്പോൾ അവരോടൊന്ന് ചോദിക്കും. അപ്പോൾ ഈ 2 പേരിൽ ഏത് വേണം എന്ന് ചോദിച്ചാൽ RSSൽ നിന്ന് വരാവുന്ന ഉത്തരം മനോഹർലാൽ ഖട്ടറാണ് എന്ന് വെച്ച് അത് തന്നെ ആവണമെന്നൊന്നുമില്ല കേട്ടോ. ഈ RSSനൊരു വീറ്റോ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്നും ഇല്ലെന്നും പറയണം. നിതിൻ ഗഡ്കരിയെ നോക്കുക. നിതിൻ ഗഡ്കരി ആദ്യം ദേശീയ പ്രസിഡൻ്റ് ആവുന്നത് RSSൻ്റെ വീറ്റോ കൊണ്ടാണ്. രണ്ടാമത് ദേശീയ പ്രസിഡൻ്റ് ആവാഞ്ഞത് BJPയുടെ വീറ്റോ കൊണ്ടാണ്. അപ്പോൾ ഈ വീറ്റോ അധികാരമുള്ള നമ്മളുടെ UN സെക്യൂരിറ്റി കൗൺസിൽ പോണ അയാൾക്കും ഉണ്ട് ഇയാൾക്കും ഉണ്ട് വീറ്റോ. ബട്ട് അതുകൊണ്ട് വളരെ സൂക്ഷിച്ചും പക്വതയോടെയും 2 കൂട്ടർക്കും ദോഷമില്ലാത്ത പേരുകളായിരിക്കും വയ്ക്കുക തന്നെ. സോ ദാറ്റ് യു നീഡ് നോട്ട് യൂസ് യുവർ വീറ്റോ പവർ ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇങ്ങനെയാണ് ഇതിൻ്റെ ഡൈനാമിക്സ്. സോ എനിവേ, ഐ തിങ്ക് ഐദർ മനോഹർലാൽ ഖട്ടർ ഓർ ധർമ്മേന്ദ്ര പ്രധാൻ. ധർമ്മേന്ദ്ര പ്രധാന് ഒരു ചെറിയ എഡ്ജും ഞാൻ കൊടുക്കുന്നു. ബട്ട് അറ്റ് ദ സെയിം ടൈം ഈ സർപ്രൈസസ് കൊണ്ട് മനുഷ്യരെ വിസ്മയിപ്പിക്കുന്ന ഒരു പാർട്ടിയാണ് BJP. ഈ പറഞ്ഞ ആരുമല്ലാതെ വേറൊരു, നമ്മളാരും സങ്കല്പിക്കാഞ്ഞ് ഇയാളുണ്ടായിരുന്നു നമ്മൾ ശ്രദ്ധിച്ചില്ലല്ലോ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ഒരാളിനെ ലോഞ്ച് ചെയ്യാൻ BJPക്ക് കഴിവുണ്ട്. ആരും ഇതുവരെ അറിയാത്ത, നോക്കൂ, BJP പ്രസിഡൻറ്റ്
ഉത്തരഭാരതം ദക്ഷിണ ഭാരതം ഇങ്ങനെ നമ്മൾ ചിന്തിച്ചു. പൂർവ്വ ഭാരതവും പശ്ചിമ ഭാരതവും എന്തുകൊണ്ടാണ് നമ്മൾ ചിന്തിക്കാത്തത്? നമ്മൾ സാധാരണ ചിന്തിക്കാറില്ല നോർത്ത് സൗത്ത് ഇങ്ങനെ ചിന്തിക്കും. അങ്ങനെയല്ല, ദർ ഈസ് ആൻ ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് ഓൾസോ. അതുകൊണ്ട് പടിഞ്ഞാറ് നിന്നോ കിഴക്ക് നിന്നോ ഒരാളായാലും അത്ഭുതപ്പെടാനില്ല. അങ്ങനെ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ചരിത്രം BJPക്കുണ്ട്. എനിവേ, ബെസ്റ്റ് ഓഫ് ലക്ക് ഫോർ ദ ന്യൂ പ്രസിഡൻറ്റ്. മാർച്ച് 21 അതിനു മുമ്പോ അദ്ദേഹത്തിൻ്റെ പേര് അനൗൺസ് ചെയ്യും എന്നാണ് അറിയുന്നത്. എല്ലാ ആശംസകളും. താങ്ക് യു.